ശിവാഴു സോമൻ, എന്തുകൊണ്ടാണ് ഒരു ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസറെ ഇത്രയധികം രൂക്ഷമായി വിമർശിച്ച ഒരു കോടതി വിധി സമീപകാലത്ത് ഞാൻ കണ്ടിട്ടില്ല? അത് കേസിൻ്റെ വിധിപ്പകർപ്പ് ഞാൻ കണ്ടിട്ടില്ല. കാണാത്ത ഒരു കാര്യത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് ഉചിതമാണെന്ന് കരുതുന്നില്ല. കേസന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം നാലാം ദിവസം തന്നെ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് പ്രതി കുറ്റം സമ്മതിച്ചിട്ടുള്ളതാണ് എന്നാണ് വ്യക്തമാകുന്നത്. അതിൽ എന്തെങ്കിലും അപാകതയുള്ളതായിട്ട് കാണുന്നില്ല. ഒന്നാം ദിവസവും രണ്ടാം ദിവസവും ഒക്കെ പ്രതി പോലീസിനോടൊപ്പം തന്നെ അവരെ സഹായിക്കാൻ എന്ന ഭാവേന ചുറ്റിക്കറങ്ങുകയാണ് ചെയ്തത്. നാലാം ദിവസമാണ് പോലീസിന് സംശയം വർദ്ധിച്ച് ഇയാളെ ചോദ്യം ചെയ്യുകയും ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ശിവാഴു സോമൻ, വിധിന്യായത്തിൽ അങ്ങ് കണ്ടിട്ടുണ്ടാകില്ല, പക്ഷേ ഇന്നിപ്പോൾ വാർത്താമാധ്യമങ്ങളെല്ലാം തന്നെ വിധിന്യായം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഈ കേസിൽ കുറ്റക്കാരൻ എന്ന് വിധിക്കാൻ കഴിയാതെ പോയതിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് അന്വേഷണത്തിലുണ്ടായിട്ടുള്ള വീഴ്ചയാണ്. അന്വേഷണത്തിലുണ്ടായ വീഴ്ച എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഈ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുമ്പോൾ മൂത്രം, രക്തം എന്നിവ അവിടെ ഉണ്ടാകും, മലം എന്നിവ അവിടെ ഉണ്ടാകും. പക്ഷേ ആ സാമ്പിൾ ശേഖരിക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റി. അവിടെ ഒരു അലമാര ഉണ്ടായിരുന്നു, അവിടെ കൈവിരൽ അടയാളം ലഭിക്കേണ്ടതായിരുന്നു. പക്ഷേ വിരലടയാള വിദഗ്ധരെ കൊണ്ട് പരിശോധിപ്പിച്ച തെളിവെടുത്തിട്ടില്ല. ജനൽ തുറന്നാണ് പുറത്തു പോയത്, അവിടെയുള്ള കൈവിരൽ അടയാള പരിശോധന ഉണ്ടായിട്ടില്ല. പക്ഷേ വിരലടയാളം കിട്ടാൻ സാധ്യത കുറവാണ് എന്ന് വിരലടയാള വിദഗ്ധർ പറഞ്ഞു എന്ന കാരണത്താൽ അത്തരത്തിലുള്ള ഒരു അന്വേഷണം ഒഴിവാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നോക്കൂ, ഇതിനകത്ത് നിരവധി കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ നിങ്ങൾ അവിടുത്തെ ജനപ്രതിനിധിയാണ്, MLA എന്നുള്ള നിലയിൽ മാത്രമല്ലല്ലോ സർ, താങ്കൾക്ക് വളരെ അടുപ്പമുള്ളൊരു കുടുംബം കൂടിയാണിത്. ഈ കാര്യങ്ങളൊന്നും ആ വിചാരണ ഘട്ടത്തിൽ വാദം കേൾക്കുന്ന സമയത്ത് മനസ്സിലാക്കിയിരുന്നില്ലേ? അല്ല, ഞാൻ കേസിലെ സാക്ഷിയല്ല. സാക്ഷിയല്ലാത്ത ഞാൻ വിചാരണ സമയത്ത് എങ്ങനെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും? ഏതാണ്ട് 10-40ഓളം സാക്ഷികളെ ഇവിടുന്ന് ഞങ്ങൾ അയച്ചിരുന്നു. അവർക്ക് പോകാൻ വണ്ടി ഉൾപ്പെടെ ഏർപ്പാട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അല്ലാതെ കേസിലെ സാക്ഷിയല്ലാത്ത ഞാൻ എങ്ങനെയാണ് അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയുക? കേസിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം കേസിൽ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായും പോലീസിന് മുൻപാകെ പറഞ്ഞത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതൽ എന്താണ് തെളിവ് വേണ്ടത്? പ്രതി തന്നെ കുറ്റം സമ്മതിച്ച് എല്ലാം അംഗീകരിച്ചതിന് ശേഷം പ്രതി കുറ്റക്കാരനല്ലെന്ന് എങ്ങനെ പറയാൻ കഴിയും? അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ പോലീസ്. നോക്കൂ ശിവാഴു സോമൻ, താങ്കൾ സാക്ഷിയല്ല എന്നുള്ളത് കടുത്ത പ്രയോഗമായി പോയി. നമ്മളൊന്നും സാക്ഷിയാവുന്ന ഘട്ടത്തിലല്ലല്ലോ ആ കോടതിയുടെ വിചാരണാഘട്ടത്തെ പരിശോധിക്കുക. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ നമ്മൾക്ക് ഒരു സാമൂഹികമായിട്ടുള്ള ഒരു അവബോധം ഉണ്ടാവുമല്ലോ. മാത്രമല്ല, താങ്കൾക്ക് വളരെ അടുത്ത കുടുംബം, പാർട്ടി കുടുംബം എന്നാണ് താങ്കൾ നേരത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ആ ഘട്ടത്തിൽ ഈ നിലയിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ വളരെ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കേണ്ട ഘട്ടത്തിൽ വളരെ ഉദാസീനമായി പ്രവർത്തിച്ചു എന്ന് ജഡ്ജ്മെൻറ്റിൽ എഴുതി വച്ചിരിക്കുകയാണ്. അത് താങ്കൾ മനസ്സിലാക്കിയിരുന്നില്ല? അതായത് ഓരോ കേസിൻ്റെ അവധിക്ക് പോയി വന്നതിന് ശേഷം ഈ കുട്ടിയുടെ പിതാവ് കണ്ണൻ എന്നെ വന്ന് കാര്യങ്ങളെല്ലാം പറയാറുണ്ട്. അവരെല്ലാം പ്രതീക്ഷിച്ചിരുന്ന അന്വേഷണം, കേസ് ശരിയായ ദിശയിൽ നടക്കുന്നു എന്ന് അവർ വിശ്വസിച്ചിരുന്നു. മാത്രമല്ല, പ്രതിക്ക് കടുത്ത ശിക്ഷ തന്നെ ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് എന്നോട് പലപ്പോഴും പ്രകടിപ്പിച്ചത്. എന്നാൽ വിധി ന്യായം വന്നപ്പോൾ, വിധി പ്രസ്താവം വന്നപ്പോൾ വളരെ നിർഭാഗ്യകരമായ അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്.
with MV Nikesh Kumar.